സങ്കീർത്തനങ്ങൾ 85:5 നീ എന്നും ഞങ്ങളോട് കോപിക്കുമോ? തലമുറ തലമുറയോളം നിന്റെ കോപം ദീർഘിച്ചിരിക്കുമോ? ദൈവം ഹാബേലിന്റെ യാഗത്തെ പ്രസാദിപ്പാനിടയായി കയീന്റെ യാഗത്തെ പ്രസാദിച്ചില്ല. സഹോദരനോട് കയീന് കോപം വന്നു, അവനെ കൊല്ലുവാനിടയായി. ദൈവത്തിന്റെ കോപം കയീന്റെ മേൽ വരുവാനും ദേശം വിട്ട് ശാപഗ്രസ്തനായി പോകണമെന്നും നിലം വീര്യം തരികയില്ല, ഭൂമിയിൽ ഉഴന്നലയുന്നവനാകൂന്ന് പറഞ്ഞു. യഹോവയുടെ വചനത്തെ തള്ളിക്കളഞ്ഞ ശൗലിനെ ദൈവം ഇസ്രായേലിലെ രാജസ്ഥാനത്ത് തള്ളിക്കളയുവാനിടയായി. 77 സങ്കീർത്തനത്തിൽ ആസാഫ് ചോദിക്കുന്നു, കർത്താവ് എന്നേക്കും തള്ളിക്കളയുമോ? അവൻ ഇനി ഒരിക്കലും അനുകൂലമായിരിക്കില്ലയോ? അവന്റെ ദയ സദാകാലത്തേക്കും പോയോ? അവന്റെ വാഗ്ദാനം തലമുറ തലമുറയോളം ഇല്ലാതെയായി പോയോ? പ്രിയ ദൈവമക്കളെ, ദൈവം കോപിക്കുമോ? അനുസരണം കേട്ടോടമേ ദൈവകോപം വരുവാനിടയായി തീരും. ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനായി തീരുകയും ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളുവീൻ. പിന്നത്തേതിൽ അനുഗ്രഹം ലഭിപ്പാൻ ആഗ്രഹിച്ച് കണ്ണുനീരോടുകൂടി അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ട് മാനസാന്തരത്തിന് ഇടകണ്ടില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഭയത്തോടെ അവന്റെ പാദപിടത്തിലായിരിക്കാം. ദൈവത്തിന്റെ കോപക്ഷീണം നേരത്തേക്കേ അവന്റെ പ്രസാദം ജീവപര്യന്തമുള്ളത്. തലമുറ തലമുറയായി നമ്മുടെ സങ്കേതം. കഷ്ടങ്ങളിൽ കൂടെയിരിക്കുന്നവൻ. ദൈവവചനം അനുസരിക്കാം. ദൈവത്തിന് ഫലം കഴിപ്പാൻ ഇടയാകട്ടെ. ദൈവത്തോട് മറുതലിച്ചാൽ അനുസരണക്കേടിനാൽ ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ നിന്നെടുത്ത് അതിന്റെ ഫലം കൊടുക്കുന്ന ജാതിക്ക് കൊടുക്കുമെന്ന് യേശുക്രിസ്തു പറയുന്നു. ആയതിനാൽ ദൈവഹിതത്തിന് സമർപ്പിക്കാം. അവന് നമ്മോട് കരുണ തോന്നും, കൃപ കാണിക്കും. വഴി നശിച്ചു പോകാതിരിപ്പാൻ പുത്രനെ ചുംബിക്കാം. അവൻ എന്നേക്കും കോപം സംഗ്രഹിക്കുകയില്ല. നമ്മുടെ ജീവിതം കർത്താവിൽ സമർപ്പിച്ച് ദൈവിക വാഗ്ദത്തങ്ങൾ പ്രാപിപ്പാൻ നമ്മ ഓരോരുത്തരെ സഹായിക്കട്ടെ. ആമേൻ.